ഹലോ കൂട്ടുകാരെ, ഇവിടെ രാവിലെ ഏകദേശം 3:45 3:45 നീ എന്താണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടാണോ എന്ന് ചോദിച്ചാൽ വട്ടാണ്, സിനിമയോടുള്ള വട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. വേറൊന്നുമല്ല, ഇൻട്രസ്റ്റ് ആയിട്ടൊരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണ്. ഇന്ന് നാട്ടിൽ ഒരുപാട് സിനിമ ഇറങ്ങി. എന്നാൽ സംഭവം എന്ന് പറഞ്ഞ പടം കുറച്ച് ദിവസം മുമ്പേ ഇറങ്ങിയതാണ്. ഇവിടെ വന്നത് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ ഇന്ന് നൈറ്റ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് അലാറം വെച്ച് ആ പടം കാണാനായിട്ട് ഞാനും മഞ്ജും പോയി. സംഭവം എന്നത്തെ പോലെ വളരെ നീറ്റായിട്ട് പോയ കിടിലനൊരു പടമാണ്. ആ പടം ഇന്നും കൂടെ ഇവിടെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഓടിപ്പിടിച്ച് പോയത്. അതൊന്നിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് ദുരന്തർ 2 അല്ലേ, ആദിത്യ ദാർ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ. ദുരന്തർ 1 കണ്ടവർക്കറിയാം എത്ര ഇൻട്രസ്റ്റിംഗ് ആയ പടമായിരുന്നു. ദുരന്തർ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് രാത്രി 11 മണിക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് പടം കാണാൻ പോയി. ഒരു രക്ഷയില്ലാത്ത ഒരു അനുഭവം കേട്ടോ ദുരന്തർ 2 കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ നോക്കി നിൽക്കേണ്ട, വിട്ടോ തിയേറ്ററിലേക്ക്. ഇവിടെ XD തിയേറ്റർ, വലിയൊരു തിയേറ്ററിൽ തന്നെ 11 മണിക്കായിരുന്നു ഷോ. ഏകദേശം 4 മണിക്കൂർ പടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെള്ളവും ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ട് തന്നെ പൊക്കോ. അത്ര ഇൻട്രസ്റ്റ് ഈ 4 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. മിനിറ്റ് സർപ്രൈസുകളും കാര്യങ്ങളുമായിട്ടാണ് പടം പോകുന്നത്. ഒരു രൺവീർ സിംഗ് ഷോ എന്നൊക്കെ പറയാം. പടം കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു രീതിയിലാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അഭിനയിച്ച ഓരോ ആൾക്കാരെയും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. രൺവീർ സിംഗ് ഉണ്ട്, പിന്നെ സഞ്ജയ് ദത്തൊക്കെ വേറെ ലെവലാണ്. കഴിഞ്ഞ പാർട്ടിലുള്ള അത്രയും സ്പേസ് കൊടുത്തിട്ടില്ല സഞ്ജയ് ദത്തിന്. അതുപോലെ തന്നെ രാകേഷ് ബേഡി എന്ന് പറഞ്ഞ മറ്റേ മുഖ്യമന്ത്രിക്കായ അപ്പച്ചൻ ഉണ്ടല്ലോ, പൊള്ളി സാധനമാണ്. അതുപോലെ ഒന്നും പറയാനില്ലാത്ത വേറെ ഐറ്റം ഉണ്ട്, മാധവൻ. എൻ്റെ പൊന്നെ, മാധവനൊക്കെ ഉണ്ടല്ലോ തകർത്താടി. നമുക്ക് ഓരോ നിമിഷം ഇങ്ങനെ ഗൂസ് ബംസ് വരുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ട് വാർത്തകളെ നമ്മൾ കണ്ട് ഒരുപാട് ഇവൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പത്ര വാർത്തകളും TV വാർത്തകളൊക്കെ പറഞ്ഞ് ഒരുപാട് ഇവൻറ്റുകളിൽ കൂടെ കടന്നു പോകുന്നതാണ്. ആക്ഷൻ ചിത്രമാണ്. കുടുംബ ചിത്രം പ്രതീക്ഷിച്ച് ആരും പോകരുത്. അതുകൊണ്ടാണ് ആക്ഷൻ ചിത്രമെന്ന് പ്രത്യേകം പറയാൻ കാര്യം. അതുകൊണ്ട് ദുരന്തർ 2 അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദിത്യദാർ എന്ന് പറഞ്ഞ ഡയറക്ടർ വീണ്ടും തെളിയിച്ചു എങ്ങനെ ഒരു മിലിറ്ററി പടം എടുക്കാമെന്നുള്ളത്. ഇതിൻ്റെ കഥ ഏകദേശം അറിയാവുന്നവർക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹിന്ദി പടമായതുകൊണ്ട് അതൊന്നും നോക്കണ്ട. നിങ്ങൾ ഹിന്ദി അറിയാൻ മേലാത്ത ആൾക്കാർക്കും പടം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏറ്റവും ഇൻട്രസ്റ്റ് ആയി കണ്ടതാണ്. രാവിലെ 3:45 വീഡിയോ ഇടണമെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇട്ടേ. അതുകൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കേണ്ട, പടം പോയി കണ്ടു. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുതീ, പൊളി സാധനമാണ്. എടുത്തു പറയേണ്ടത്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു രൺവീർ സിംഗ് ഉണ്ടല്ലോ, 2 വരുമ്പം നമ്മൾ വിചാരിക്കത്തില്ലേ ഇത് ഇങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നത്തെ ഒരു പടമാണ്. മാധവനായാലും ഈ പറഞ്ഞ പോലെ രൺവീർ സിംഗ് ആയാലും എല്ലാവരും അവരുടെ റോഡ് ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ രാകേഷ് ബേദി എന്ന് പറഞ്ഞ അപ്പച്ചൻ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത്രയും പീക്ക് ലെവൽ സാധനമാണ്. പിന്നെ പൊളിറ്റിക്സ് ആയിട്ടും നമ്മുടെ ഗുണ്ടകളുടെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കേട്ട് മറന്ന വാർത്തകളൊക്കെ വീണ്ടും നമ്മൾക്ക് റീതിങ്ക് ചെയ്യാൻ പറ്റി. പ്രത്യേകമായിട്ട് ഡൽഹിയിൽ വെടികൊണ്ട് മരിച്ച പഞ്ചാബി, അതുപോലെ പേരുകളൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്ട്രേറ്റ് ചിലപ്പോൾ ബീപ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പൊളി. ഈ ധൈര്യം അതാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. പേര് ഫോട്ടോയൊക്കെ അതുപോലെ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായ പ്രൊപ്പഗണ്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ വളരെ ബ്രില്യൻ്റായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ നമുക്കത് നോക്കിയാൽ മതി. ഒരു സിനിമ എന്ന നിലയിൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ് ദുരന്തർ 2. തീർച്ചയായും തിയേറ്ററിലോട്ട് വിട്ടു. പിന്നെ സംഭവം എന്ന് പറഞ്ഞ പടം, അതും നല്ലൊരു നീറ്റ് പടമാണ്. പുതിയൊരു അറ്റംപ്റ്റാണ്. ടൈം ട്രാവലൊക്കെയാണ് സംഭവം. അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പറയുന്നു, ആ പടവും നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ മാർക്കിടുന്നില്ല. ഇത് ഹിന്ദി പടം, മറ്റേത് മലയാളം പടത്തിൻ്റെ രീതിയിൽ ഇടിവെട്ടായിട്ട് ആ പടവും നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം തിയേറ്ററിൽ ഓടുന്ന ഇന്ന് റിലീസ് ചെയ്ത ദുരന്തർ 2 ഒന്നും നോക്കണ്ട, കാട്ടുതീ. പൊക്കോ. അപ്പോൾ ബൈ.